ഏവർക്കും KBFC ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC അവസാന അംഗത്തിന് ഇറങ്ങാൻ പോകുകയാണ് നാളെ. കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് FC ഗോവ മത്സരത്തിന്റെ ഒരു പ്രീ മാച്ച് റിവ്യൂവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഹോം തട്ടകമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് നാളെ മത്സരം നടക്കുന്നത്. നാളെ രാത്രി 7:30 മത്സരം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC കഴിഞ്ഞ 5 മത്സരങ്ങളിൽ അൺബീറ്റൻ ആണ്. 5 മത്സരങ്ങൾ കളിച്ചപ്പോൾ 4 വിജയവും 1 സമനിലയാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയത്. ആഷ്ലി വെസ്റ്റ്വുഡിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു അൺബീറ്റൻ റൺ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആഷ്ലി വെസ്റ്റ്വുഡ് സീസണിന്റെ തുടക്കം തൊട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ടൈറ്റിലിന് വേണ്ടി പോലും പോരാടുന്ന ഒരു ടീമായി ബ്ലാസ്റ്റേഴ്സ് മാറിയേനെ. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മത്സരത്തിലെയും പ്രതീക്ഷ തകർപ്പൻ ഫോമിൽ നിൽക്കുന്ന ഫ്രാഞ്ചുവൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ മത്സരത്തിനും കരീം ബെനാറഫും ദാനിഷും കളിക്കുമോ എന്നുള്ളതിന് ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. FC ഗോവയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ 7ാം സ്ഥാനത്താണെങ്കിലും മികച്ചൊരു ടീം തന്നെയാണ്. അവർക്ക് 2 വിദേശ താരങ്ങളെ വെച്ചാണ് അവർ കളിക്കുന്നത്. എന്നാലും അവർക്ക് മികച്ചൊരു ഇന്ത്യൻ സ്ക്വാഡ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ മത്സരം വിജയിക്കുകയാണെങ്കിൽ അവർക്കൊരു റണ്ണേഴ്സ് അപ്പ് ആവാൻ വരെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കോച്ചാണ് മനോലോ മാർക്കസ്. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട താരമാണ് ഡ്രജാൻ ട്രാസിച്ച് എന്ന് പറയുന്ന അവരുടെ വിദേശ സ്ട്രൈക്കർ. അദ്ദേഹം ഇതിനോടകം തന്നെ 6 ഗോളുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സന്ദേശ് സിംഗ് നയിക്കുന്ന ഒരു മികച്ച പ്രതിരോധ നിരയും അവർക്കുണ്ട്. എന്തു തന്നെയായാലും നാളത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.